Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അറൌണ്ട് ഒരു 19,200 സോണിൽ ഒരു മേജർ സപ്പോർട്ട് റീജിയൻ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ഉണ്ട്. ഇൻ കേസ് അത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സ്റ്റീപ്പ് സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആൻഡ് അങ്ങനെ തന്നെയാണ് എക്സാക്ട്ലി നടന്നത്. അറൌണ്ട് ഒരു 19,050 റേഞ്ച് വരെ മാർക്കറ്റിൽ സ്റ്റീപ്പ് ആയിട്ടുള്ള സെൽ ഓഫ് വന്നതിന് ശേഷം ഫ്യൂ പോയിന്റ്സ് റിക്കവർ ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വൺ പോയിന്റ് ഇസ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ലുക്സ് ലൈക്ക് സ്ട്രോങ് ബെയറിഷ് ക്ലോസിംഗ് ആണ്. ബട്ട് നാളെയും ഇതുപോലൊരു സെല്ലിംഗ് താഴോട്ട് ടു ബി ഓണസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. യെസ്, എൻ്റെ ലോങ് ടേം വ്യൂ ഇപ്പോഴും ലോങ് ടേം എന്ന് വെച്ചാൽ ഞാനൊരു മന്ത്ലി ലെവലിൽ നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റിയുടെ ഇപ്പോഴും ട്രെൻഡ് താഴോട്ടാണ്. അൺലെസ് ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മുടെ ഇവൻച്വൽ ടാർഗറ്റ് വരുന്നത് 18,800. പക്ഷെ നാളെ സ്ട്രെയിറ്റ് ലൈനിൽ അവിടെ പോയി ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നാളെ ഒന്നാമത്തെ കാര്യം മന്ത്ലി എക്സ്പയറി ആണ്. സോ ഇത്രയും സെൽ ഓഫ് വരുമ്പോൾ പൊതുവേ പുട്ട് ഓപ്ഷൻസിനൊക്കെ നല്ല പ്രീമിയം കിട്ടിയിട്ടുണ്ട് സെല്ലേഴ്സിന്. സോ പ്രോബബ്ലി നാളെ ഒരു 19,000 ടു 19,200 സോണിൽ ഇതിൻ്റെ ഇടയിലായിരിക്കും നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത്. ബട്ട് ട്രിക്കി ആവാൻ ചാൻസ് ഇൻ കേസ് മാർക്കറ്റ് നാളെയും കൂടെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെങ്കിൽ ഇന്നലെ ഷോർട്ട് ചെയ്തവരും അതിന് മുന്നത്തെ ദിവസം ഷോർട്ട് ചെയ്തവരും എല്ലാം ഒരുമിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് പുൾ ബാക്ക് ക്യാൻഡിൽ നാളെ ഉണ്ടാവാനും ഈ ലാസ്റ്റ് ലേറ്റ് ആയിട്ട് പോയി ഷോർട്ട് ചെയ്യുന്ന സെല്ലേഴ്സിനെ എല്ലാം ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നാളെയും ഫ്രഷ് ഷോർട്ട്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡഡ് അല്ല. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റീടെസ്റ്റ് വന്നൊരു അറൌണ്ട് 19,200 ടു 220 സോണിൽ ഒരു റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചെറിയ എസ് എൽ വെച്ച് നമുക്ക് പിന്നെയും ഒരു ഷോർട്ട് ട്രേഡ് എടുക്കാം. പക്ഷേ നാളത്തെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞുള്ള സെൽ ഓഫിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗ്യാപ് ഡൗണിലോ ഫ്രഷ് ആയിട്ടുള്ള ഷോർട്ട്സ് കഴിയുന്നതിന് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു റേഞ്ച് പ്ലേ, നാളെ മന്ത്ലി എക്സ്പയറി ആണ്, ഒന്നെങ്കിൽ റേഞ്ച് പ്ലേ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് വേണമെങ്കിൽ പ്രൈസ് ആക്ഷനിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ബട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ്. ആക്ച്വൽ ട്രെൻഡ് ഇപ്പോഴും ഡൗൺ ട്രെൻഡ് ആണ്. ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് അണ്ടിൽ ഇറ്റ് ബെൻഡ്സ് ആണെന്ന് പറയുന്നത്. സോ നിഫ്റ്റിയുടെ 5 മിനിറ്റ്സിൽ നോക്കിയാലും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ ഈ ഒരു സോണിൽ വരുവാണെങ്കിൽ, അതായത് നമ്മുടെ ഡിമാൻഡ് സോൺ ഹോൾഡ് ചെയ്യാതെ ഈ ഒരു രീതിയിലുള്ള നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് വി എക്സ്പെക്റ്റഡ് എ സ്റ്റീപ്പ് സെൽ ഓഫ്. അതുപോലെയാണ് നടന്നിരിക്കുന്നത്. നാളത്തെ ദിവസം ഈ കാണാൻ നിങ്ങൾക്ക് റേഞ്ച് 19,000 ആൻഡ് 19,200 ഇടയിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ട് മൂവ് ആൻ ചാൻസ് ഉണ്ട്. 200 പോയിന്റ്സിന്റെ റേഞ്ച് ആണ്. സോ ബി കെയർഫുൾ ഓപ്ഷനൊക്കെ സെല് ചെയ്യുകയാണെങ്കിൽ. സോ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സെറ്റപ്പിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ വ്യക്തമായി പറഞ്ഞിരുന്നു നിഫ്റ്റിനെക്കാട്ടിലും കൂടുതൽ ബെയറിഷ് ബാങ്ക് നിഫ്റ്റിയാണ്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് താഴോട്ട് ഒരുപാട് സപ്പോർട്ട്സ് ഇല്ല. മാത്രമല്ല നമ്മൾ ഈ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ തൊട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 43,600 ആയിരുന്നു ഒരു മേജർ സപ്പോർട്ട്. അത് തൊട്ട് ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഈവൻ ടുഡേ നമ്മൾ ഷോർട്ട് ചെയ്യാനായിട്ട് മടിച്ചില്ല. അതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് ബ്യൂട്ടിഫുള്ളി നമുക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഒരു ഇനീഷ്യൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് 42,800 ആണ്. എക്സാക്ട്ലി അവിടെ പോയതിനു ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിലൊരു നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് 5 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കാണാം. അറൌണ്ട് ഒരു 800 സോണിൽ മൾട്ടിപ്പിൾ ടൈംസ് ഡിമാൻഡ് ചെറുതായിട്ട് പിക്കപ്പ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇതോടെ സെൽ ഓഫ് തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഒരു അല്പം കൂടെ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 400-500 സോൺ വരെ. ഇതാണ് ഒരു മേജർ ഡിമാൻഡ് ഏരിയ. സോ ലൈക്ക് ഈ ഒരു റേഞ്ച് വരെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നാളെയും ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ്ലി ഒരു സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി ഇവിടുന്ന് ബയേഴ്സ് തിരിച്ച് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്യാൻഡിൽ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് സോ നാളെയും പുതിയ ഷോർട്ട്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മുടെ ഓൾമോസ്റ്റ് ഈ ഒരു വീക്ക്ലി ബേസിസിൽ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഐഡിയലി നമുക്ക് ഫ്രഷ് ഷോർട്ട്സ് എവിടാന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്കിൽ മറ്റോ ഇങ്ങനെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം അറൌണ്ട് ഒരു 43,500-600 സോണിൽ റീടെസ്റ്റ് വീക്ക്ലി ലെവലിൽ കിട്ടുമ്പോൾ നമുക്ക് റീ എൻട്രി ഫോർ എ ബിഗർ ടാർഗറ്റ് നോക്കാം.
ബട്ട് ഫോർ നൗ ഇവൻച്വൽ ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം 42,000 ആണ് ഇപ്പോഴത്തെ നിലയിൽ. കാരണം മാർക്കറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യില്ല. അതാണ് നമ്മൾ പിന്നെയും പറയാൻ നോക്കുന്നത്. മാർക്കറ്റിലിടയിൽ ഒരു വോളറ്റിലിറ്റി വരും, ഒരു സൈഡ് വേസ് മൊമെന്റം വരും, അതിനുശേഷമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് മൊമെന്റം വരുന്നത്. സോ എപ്പോഴാണ് ഡയറക്ഷണൽ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് സൈഡ് വേസ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഡെയിലി അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.